കോഴിക്കോട് ഫറോക്ക് പഴയ പാലത്തിനടിയിലെ ഉപയോഗശൂന്യമായി കിടന്ന പ്രദേശം ഇപ്പോൾ അതിമനോഹരമായ ഒരു ഫുഡ് സ്ട്രീറ്റായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഡിസൈൻ പോളിസിയുടെ ഭാഗമായി ടൂറിസം വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഫറോക്കിന്റെ വൈകുന്നേരങ്ങൾക്ക് പുതിയ നിറമേകും. ഫറോക്കിന്റെ പെരുമയായ പുഴയോര സൗന്ദര്യം ആസ്വദിച്ച് ഇനി കുടുംബത്തോടൊപ്പം വൈകുന്നേരങ്ങൾ ചെലവിടാം. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പുതിയ ഫുഡ് സ്ട്രീറ്റ് ജനങ്ങൾക്കായി തുറന്നു നൽകി. ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുന്ന സർക്കാരിന്റെ ഡിസൈൻ പോളിസിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ പദ്ധതി. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഈ ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വൈകുന്നേരങ്ങളിൽ കുടുംബവുമൊത്ത് പുഴയോരത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും വിവിധ കൂട്ടായ്മകളുടെ പരിപാടികൾ സംഘടിപ്പിക്കാനും അനുയോജ്യമായ രീതിയിലാണ് ക്രമീകരണം. നോമ്പ് മാസമായതിനാൽ ഇഫ്താർ വിരുന്നുകളും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ പോകുന്നവരും വരുന്നവരും കഥ പറയുന്ന ആൾക്കാരുണ്ട്, പിന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഈ അറ്റ്മോസ്ഫിയർ പിന്നെ ആസ്വദിച്ച് പോകുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു സൗകര്യം നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത്. നമ്മളത് ഉപയോഗപ്പെടുത്തിയില്ല എന്ന് പറയാൻ നമുക്ക് പറ്റൂലല്ലോ. അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗപ്പെടുത്തി നമ്മൾ ഇന്ന് ഇവിടെ നല്ല സന്തോഷത്തിൽ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് നമുക്ക് ഇവിടെ. ഇവരെല്ലാവരും പറഞ്ഞു നമ്മളൊരു ടൂറ് പോയ ഒരു പ്രതിനിധിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഈ ഒരു ഇഫ്താർ വിരുന്ന് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചത്. വരും ദിവസങ്ങളിൽ കോഴിക്കോട്ടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി ഇവിടം മാറുമെന്ന് ഉറപ്പാണ്. ഫറോക്ക് പഴയ പാലത്തിന് താഴെ ചാലിയാർ പുഴയുടെ തീരത്ത് ആരും വരാതെ ശൂന്യമായി കിടന്നൊരു പ്രദേശം അതിമനോഹരമായൊരു ഫുഡ് സ്ട്രീറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ വിനോദത്തിനായും വിശ്രമവേളയ്ക്കായും നിരവധി ആളുകളാണ് ഇവിടേക്കെത്തുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം M മുബാറക്, ന്യൂസ് മലയാളം.